ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ കെ ദമാനി ആൻഡ് അസോസിയേറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എഡ്ജിൽ ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ആർ കെ ദമാനി ആൻഡ് അസോസിയേറ്റ്സ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ഹോൾഡിങ്സ് കാണാം. അപ്പോൾ നമുക്ക് ആർ കെ ദമാനി ആൻഡ് അസോസിയേറ്റ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസും അതിൻ്റെ പേഴ്സൻറ്റേജും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി നമുക്കിതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈനോടെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇനി 8000 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് VST ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ VST ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതും ഇപ്പോൾ നിലവിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 7600 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. VST ഇൻഡസ്ട്രീസ്. അടുത്ത സ്റ്റോക്ക് ദ ഇന്ത്യ സിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്സ് ഇപ്പോൾ ഒരു 2 ട്രെൻഡ് ലൈനിന് നടുക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് കൂടുതലാണ്. ആ ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് കയറാമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലോങ്ങിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് അദ്വാനി ഹോട്ടൽസ് ആണ്. നമുക്ക് ഈ 2 ഹൈ തമ്മിൽ കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ആ ഒരു ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലൊന്ന് വാച്ച് ചെയ്തേക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആപ്ടെക് ആണ്. അപ്പോൾ ആപ്ടെക് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സെയിം ലെവൽസ് തന്നെ. അതായത് ഇപ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. അതല്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കുകയാണെങ്കിലും നമുക്ക് ലോങ്ങിലേക്ക് പോകാവുന്നതാണ്. ആപ്ടെക് ജസ്റ്റ് ഈ ഒരു സ്റ്റോക്സ് കൂടി ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് താജ് GVK ഹോട്ടൽസ് ആണ്. ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട് ഈ സ്റ്റോക്ക്. അതായത് 546 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സിന് സെല്ലിംഗ് പ്രഷർ വന്ന് താഴെ ഈ ഒരു സപ്പോർട്ട് അടിച്ച് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ലോങ് പോകാൻ പറ്റിയ സ്റ്റോക്കാണ്. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഓൾ ടൈം ഹൈ ആണെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇനി ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്സാണ് താജ് ജീവിക്ക ഹോട്ടൽസ്. അപ്പോൾ ആ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് സുന്ദരം ഫിനാൻസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ അപ്സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിന് 13,000 ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അപ്സൈഡാണ് കാണിക്കുന്നത്. അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 13,000 ലെവലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് മംഗളം ഓർഗാനിക്സ് ആണ്. അപ്പോൾ മംഗളം ഓർഗാനിക്സ് ഡൗൺ സൈഡിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഡൗൺ സൈഡാണ്. ഈ സ്റ്റോക്സ് അപ്പ് ട്രെൻഡ് ആവണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടുകഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്സ് അപ്പ് സൈഡ് പോവുള്ളൂ. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്റ്റോക്സ് ഡൗൺ ട്രെൻഡ് ആണ് മംഗളം ഓർഗാനിക്സ്. അടുത്തത് സുന്ദരം ഫിനാൻസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും നല്ല രീതിയിൽ ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് ഓൾറെഡി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. സുന്ദരം ഫിനാൻസ് ഹോൾഡിംഗ് ലിമിറ്റഡ്. ഇനി അടുത്തത് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ട്രെൻഡ് ലിമിറ്റഡ് നല്ല രീതിയിൽ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് പുതിയൊരു ഹൈ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കറക്ഷൻ വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ അപ്പ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നത് 3M ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ 3M ഇന്ത്യ ലിമിറ്റഡും നല്ല രീതിയിൽ അപ്പ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സിന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾറെഡി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് വരായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു ലെവൽസ് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 83,000 ലെവൽ വരെ പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു 3M ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റോക്സിൽ നിന്ന് ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ആണ്.
അപ്പോൾ ഈ സ്റ്റോക്സ് ഇപ്പോൾ 2 ട്രെൻഡ് ലൈനിനും നടുവിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലോങ്ങിലേക്ക് പോവാം. അപ്പോൾ നിലവിൽ ഈ ഒരു സ്റ്റോക്സ് ഈ താഴേക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്യുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് ഏതെന്ന് നോക്കാം. അടുത്ത സ്റ്റോക്ക് യുണൈറ്റഡ് ബ്രിവറീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതും ഇപ്പോൾ നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇനി ഒരു കറക്ഷൻ വരാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ, അതായത് 3000 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്ക് BF യൂട്ടിലിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ആ ഡൗൺ ട്രെൻഡ് മാറി ഇപ്പോൾ അപ് ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. ആദ്യം ഒരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്ക് ആയിരുന്നു. അതൊരു ബ്രേക്ക് ഔട്ടോടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു, അത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ലെവൽ വരെ പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ 2675 3000 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സ്റ്റോക്സ് കൂടി ഒന്ന് വാച്ച് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇത്തരം സ്റ്റോക്സുകളാണ് 1% മുകളിൽ RK ദമാനി ആൻഡ് അസോസിയേറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1% മുകളിലുള്ള സ്റ്റോക്സിൽ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ സ്റ്റോക്സുകളുടെ ടെക്നിക്കൽ ലെവൽസ് മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതായത് ഇത്തരം സ്റ്റോക്സുകളിൽ ഏതൊക്കെ ലെവലിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഒരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടേതായ ഒരു അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം ശ്രമിക്കാം. അപ്പോൾ RK ദമാനി എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം ബൈ ചെയ്യുന്ന സ്റ്റോക്സുകളൊക്കെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി, അതായത് മാർക്കറ്റിൽ ഒരു കറക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്സുകളൊക്കെ നല്ല രീതിയിൽ താഴേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലോങ് എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഫ്യൂച്ചറിൽ ഇത്തരം സ്റ്റോക്സുകൾ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മുടേതായ ഒരു ഫണ്ടമെന്റൽ അനാലിസും കൂടി ഈ സ്റ്റോക്സുകളിൽ നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് RK ദമാനി ആൻഡ് അസോസിയേറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് നമ്മൾ ടെക്നിക്കലി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.